അഭിനയം കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുന്നു പണ്ടത്തെക്കാളും. പ്രത്യേക സംഭവം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി കോളേജിലേക്ക് ചെല്ലാണ്. അപ്പോൾ ഈ ആളുകൾ പുള്ളിയെ ടേക്ക് കെയർ ചെയ്യണ വിധം ഉണ്ടല്ലോ. അന്ന് കണ്ട അതേ ആസിഫ് തന്നെയാണ് ഇപ്പോഴും. അതായത് ക്യാരക്ടറും. കേരളത്തിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു? കേരളത്തിൽ ലാലേട്ടന്റെ പടം പറയേണ്ട കാര്യമില്ലല്ലോ. ജോഷി സാർ ലാലേട്ടന്റെ പടം. ചിലപ്പം നമ്മൾ ഫിലിം ഭയങ്കര ഹിറ്റ് ആവും, എല്ലാവരും ഭയങ്കര നമ്മൾക്ക് ഇഷ്ടപ്പെടും, നമ്മളെവിടെ പോകുമ്പോഴും നമുക്ക് ഫാൻ ഫോളോയിങ് ഉണ്ടാവും, ക്രൗഡ് ഫോളോയിങ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഉണ്ടാവില്ല, യുനോ ലൈക്ക്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഒരിക്കലും സക്സസിനെയോ ഫെയിലിയറിനെയോ നമ്മൾ സക്സസ് വരുമ്പോൾ ഓവറായിട്ട് ഹാപ്പി ആവരുത്, ഫെയിലിയർ ആകുമ്പോൾ നമ്മളത് ഒത്തിരി ഹാർഡിലെടുക്കരുത്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. ആ ഒരു സമയത്ത് ആടുജീവിതം ഇത്രയും കാലത്തിന് ശേഷം അപ്പം തന്നെ റിലീസാവുന്നു, അതിൻ്റെ പ്രൊമോഷൻ എനിക്ക് കൂടാൻ പറ്റുന്നു. ഈ ഒരു സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എൻ്റെ ആ ബേബി ബമ്പൊക്കെ ഫ്ലോണ്ട് ചെയ്ത് ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. ആ സമയത്ത് ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും. നമുക്ക് യൂഷ്വലി കിട്ടാത്ത ഒരു കെയറിങ്ങും ലവും റെസ്പെക്റ്റും. അപ്പോൾ അതൊക്കെ എന്തിനാ വെറുതെ വീട്ടിലിരുന്ന് അതൊക്കെ മിസ് ചെയ്യുന്നത്. ഇതിൽ പാട്ട് പാടിയിട്ടില്ലേ? ഇതിൽ പാട്ടും പാടി. ഫസ്റ്റ് ടൈം 9 months പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ. ഹിറ്റ് സിനിമകളുടെ ഐക്കോണിക് സിനിമകളുടെ ഒക്കെ എപ്പോഴെങ്കിലും ആ സിനിമകളെ എപ്പോഴും പിന്നീട് കാണുമ്പോൾ ചെറിയ രീതിയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അറിയില്ല, ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവാം. ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ബട്ട് യുനോ എനിക്ക് വിധിച്ചത് വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുപോലെ മറ്റൊരാൾക്ക് വിധിച്ചത് എനിക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് വൺ ആൻഡ് ഓൺലി അമല അപ്പോൾ. അമല, വെൽക്കം ടു ദി ഷോ. താങ്ക് യു അജിൻ. ഈ ഒരു ഇയറിന്റെ എന്ത് പ്രത്യേകത എന്താണെന്ന് അറിയാം? ആക്ച്വലി 2024 Dragon year. for you actually. For me, I'm a mother. I just had a baby. It's like 15 years in industry. Oh, okay. Industry wise. It's like 15 lovely. years of Neelathamara. It's mean 15 years of... Oh, lovely. Okay, yeah. So, Neelathamarikku technically മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു തമിഴ് ഫിലിമാണ്. But I think similar year ലായിരുന്നു അത്. Yeah. Thank you for sharing that. Congrats actually. Thank you. എന്തൊക്കെ പഠിച്ചു 15 years? എന്തൊക്കെ ഇവോൾവ് ചെയ്തു? ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കറിയില്ല, മേ ബി അഭിനയം കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുന്നു പണ്ടത്തെക്കാളും. പിന്നെ ഹൗ ടു ക്യാരി മൈ സെൽഫ് ആൻഡ് ഹൗ ടു ഫേസ് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, അത് പഠിച്ചു. പിന്നെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ സക്സസ് ആവുന്ന അറിയില്ല, എപ്പോ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാവുന്ന അറിയില്ല. സോ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അൺലേൺ ചെയ്ത് പുതുതായിട്ട് ലേൺ ചെയ്ത് എന്തായിരിക്കും? Are you from Thrissur? No. Okay. Accent ഒരു തൃശ്ശൂർ. Okay, okay. Where are you from? കൊച്ചി. കൊച്ചി. Okay, okay. ഫിലിമിൽ വന്നിട്ട് അൺലേൺ ചെയ്ത് ലേൺ ചെയ്തൊരു കാര്യം എന്തായിരിക്കും കുറച്ചുകൂടെ? അൺലേൺ ചെയ്തിട്ട് ലേൺ ചെയ്ത കാര്യം, ഇപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ മൈന എന്ന ഫിലിമിലൂടെയാണല്ലോ ഞാൻ പോപ്പുലർ ആയത്. അപ്പോൾ അതൊരു ഭയങ്കര ക്യാരക്ടർ ഓറിയൻറ്റഡ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫിലിമാണ്. അതിലാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആസ് ആൻ ആക്ടർ. ബട്ട് സംവെയർ നമുക്ക് ഒരുപാട് സക്സസ് ഗ്രോത്ത് ഒക്കെ വരുമ്പം യുനോ നമ്മൾക്ക് കറക്റ്റ് ഗൈഡൻസ് ഇല്ലെങ്കിൽ, ഇപ്പം ഐ തിങ്ക് ഐ വാസ് ക്യാരിഡ് അവേ ബിറ്റ്. ഒരു എല്ലാവർക്കും ഉണ്ടാവാം അത്. നമുക്ക് കുറച്ചുകൂടെ സ്റ്റാർ ഓറിയൻറ്റഡ് ഫിലിംസ് ചെയ്യാൻ തോന്നും. നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ അത് ചിലപ്പോൾ മറന്നുപോകും. പിന്നെ അത് എനിക്ക് മനസ്സിലായി, എന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഒരു ആക്ടർ എന്ന നിലയിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ റോൾസാണ് ചെയ്യാൻ ഇഷ്ടമെന്ന്. പിന്നെ ലൈക്ക് യു സെഡ്, ഇറ്റ്സ് വെരി അൺസർട്ടൻ. ചിലപ്പം നമ്മൾ ഫിലിം ഭയങ്കര ഹിറ്റ് ആവും, എല്ലാവരും ഭയങ്കര നമ്മൾക്ക് ഇഷ്ടപ്പെടും, നമ്മളെവിടെ പോകുമ്പോഴും നമുക്ക് ഫാൻ ഫോളോയിങ് ഉണ്ടാവും, ക്രൗഡ് ഫോളോയിങ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഉണ്ടാവില്ല, യുനോ ലൈക്ക്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഒരിക്കലും സക്സസിനെയോ ഫെയിലിയറിനെയോ നമ്മൾ സക്സസ് വരുമ്പോൾ ഓവറായിട്ട് ഹാപ്പി ആവരുത്, ഫെയിലിയർ ആകുമ്പോൾ നമ്മളത് ഒത്തിരി ഹാർഡിലെടുക്കരുത്. ഞാനൊക്കെ പണ്ട് ലോസിലൂടെയും ഫിലിംസ് അത് നന്നായി പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷിച്ച ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ലോ ആവുമായിരുന്നു. അതിൽ കാര്യമില്ല. നമ്മൾ should not give up, I feel, you know. Keep doing what you love to do and adile energy കൊടുക്കുക. Believe, you know, in your work more than anything. അപ്പോൾ ബാക്കി will follow എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ലെവൽ ക്രോസിലേക്ക് വരുമ്പോഴേ ഈ ഒരുപാട് ത്രില്ലർ സിനിമകളുടെ ഒരു ഭയങ്കര ഫേസ് ആയിരുന്നു ഈ അടുത്ത കാലത്ത്. അത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഈ രാക്ഷസനൊക്കെ കഴിഞ്ഞപ്പോ ലൈക്ക് മോസ്റ്റ്ലി ത്രില്ലേഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലെവൽ ക്രോസിൽ ശരിക്കും ഒരു റൊമാൻറ്റിക് സോങ് വന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാക്ടർ ഉണ്ട്. സോ എന്തായിരുന്നു എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ ലെവൽ ക്രോസിൽ? ഇതിന്റെ ഒരു ജോണർ, ലൈക്ക് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ
എന്ന് പറഞ്ഞാലും ഇത് ആക്ച്വലി ഒരു ജോൺറൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഫിലിമാണിത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്ലേ ആണ് ഈ ഫിലിം. ഈ ക്യാരക്ടേഴ്സ് കൊണ്ടുപോകുന്ന ഒരു പ്ലേ ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് പെർഫോമൻസസ് നമ്മൾ അങ്ങനത്തെ ഫിലിംസ് കണ്ടിട്ടില്ല. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിലും അവർ പറയുന്ന സ്റ്റോറിയിലൂടെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുക. പിന്നെ പെട്ടെന്ന് അവിടെ ഒരു ഇത്ര നേരം കേട്ടതല്ല വേറെ എന്തോ ആണെന്നുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത്. അപ്പം എൻ്റെ ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്യുമ്പോഴും ഒത്തിരി ലേയേഴ്സ് ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂസിങ് ആവും, നല്ല ക്ലാരിറ്റി വേണം. അപ്പോൾ ഒത്തിരി മെന്റൽ പ്രോസസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അതൊക്കെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത്. ഈ പറഞ്ഞ പോലെ സിനിമയിൽ വരുമ്പോൾ ഇപ്പൊ ശ്രീദേവി മാം ആണ് ശരിക്കും റോൾ മോഡല് ആയിട്ടുണ്ടായിരുന്നെന്ന് ഇങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീദേവി മാമിന് ഈ ഓഫ് സ്ക്രീനും ഭയങ്കര പേഴ്സോണ ഉണ്ടായിരുന്നു. ഈ അമലയുടെ ചില മൂമെന്റ്സിലും ഈ ഓഫ് സ്ക്രീനിലെ ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറെ ഫാക്ടറികൾ ഉണ്ടല്ലോ. കാരണം ഈ മദർഹുഡിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ കൂടെ ഒരു ലൈഫിന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരി ചെയ്യാന്നുള്ളത് ശരിക്കും മലയാളികൾ അടുത്തൊക്കെ കണ്ടത് അമലയുടെ ഇതൊരു ഇതിലായിരുന്നു. കുറെ വീഡിയോസ് വരുന്നു, അമല പ്രൊമോഷൻസിൽ ആക്റ്റീവ് ആവുന്നു. ശരിക്കും എങ്ങനെ അത്ര എനർജിയോടുകൂടെ ആ ടൈമിൽ നിൽക്കാൻ പറ്റുന്നത്? ആ ടൈം നല്ല എനർജിയുള്ള സമയമാണ് ആക്ച്വലി. എനിക്ക് പ്രഗ്നൻസി നമുക്ക് ഭയങ്കര ഒരു ഹൈ ഫേസ് ആണ്, ഹോർമോണലി ഹൈ, വി ആർ സോ ചാർജ്ഡ്. പിന്നെ ലക്കിലി എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എത്രത്തോളം ആക്റ്റീവ് ആവുന്നു അത്രത്തോളം ഹെൽത്തി ആയിരിക്കും എൻ്റെ ബേബി, ഹെൽത്തി ആയിരിക്കും എൻ്റെ ഡെലിവറി എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. ആ ഒരു സമയത്ത് ആടുജീവിതം ഇത്രയും കാലത്തിന് ശേഷം അപ്പം തന്നെ റിലീസാവുന്നു, അതിൻ്റെ പ്രൊമോഷൻ എനിക്ക് കൂടാൻ പറ്റുന്നു. പിന്നെ ഈ ഫിലിം ലെവൽ ക്രോസ്, അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പടങ്ങൾ അത് വരുമ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതും ഈ ഒരു സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എൻ്റെ ആ ബേബി ബമ്പൊക്കെ ഫ്ലോണ്ട് ചെയ്ത് ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് ഭയങ്കര ടയറിംഗ് ആയിട്ട് തോന്നും, എനിക്ക് വേണ്ട പറ്റില്ല എന്ന് തോന്നും. പക്ഷെ എന്നാലും എൻ്റെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. എത്ര ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്താണ് ഇല്ല, ആടുജീവിതത്തിന് ഞാൻ പെർ ഡേ ഒരു 6-7 ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഐ വാസ് പ്രിറ്റി മച്ച് ഡൂയിങ് ലൈക്ക് പിന്നെ ആ സമയത്ത് ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും. നമുക്ക് യൂഷ്വലി കിട്ടാത്ത ഒരു കെയറിങ്ങും ലവും റെസ്പെക്റ്റും. അപ്പോൾ അതൊക്കെ എന്തിനാ വെറുതെ വീട്ടിലിരുന്ന് അതൊക്കെ മിസ് ചെയ്യുന്നത്. ഈ മലയാള സിനിമയിലേക്ക് വരുമ്പോഴേ അന്നും ഈ ചൂസി ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് റൺ ബേബി റൺ കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് വരുന്ന ഇന്ത്യൻ പ്രണയകഥയാണ്. അപ്പൊ അന്ന് ഈ ചൂസ് ചെയ്യാം, നന്നായിട്ട് ചെയ്താൽ മതി, നല്ല സിനിമകൾ മാത്രം ചെയ്താന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നു അന്നോട്ട്? ഇല്ല, അന്ന് ഞാൻ ഭയങ്കര യങ് ആയിരുന്നു. ലൈക്ക് ഇൻഡസ്ട്രിയിലേക്ക് വന്ന് ജസ്റ്റ് ബിഗിനിങ് ആയിരുന്നല്ലോ. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ബൈ ലക്ക് എനിക്ക് കിട്ടിയ പ്രോജക്ട്സും ക്യാരക്ടേഴ്സും ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ റൺ ബേബി റണ്ണിൽ ലാലേട്ടൻ്റെ കൂടെ അത്രയും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജോഷി സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിം, പിന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥ, സത്യൻ സാറിൻ്റെ പടം, ആൻ ആക്ടർ ലൈക്ക് ഫഹദ്, അതിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, സോങ്സ്, അതെല്ലാം ഭയങ്കര മാജിക്കലി വർക്കൗട്ട് ആയതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമയോടുള്ള ഒരു പാഷൻ, എനിക്ക് ചെറുപ്പം തൊട്ടേ ആക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ ഫിലിംസിൻ്റെ സോങ്സ് കാണും, അത് ഡയറിയിൽ എഴുതി വയ്ക്കും ലിറിക്സ്, എന്നിട്ട് അത് പാടും. അങ്ങനെ ഒരു സിനിമ പ്രാന്തി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം ഞാൻ എവിടെയോ കണ്ട് മനസ്സിൽ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ ആ ക്യാരക്ടറായിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ പിന്നീട് അങ്ങനത്തെ സിനിമകൾ വന്നപ്പോൾ എനിക്ക് അതിലേക്ക് കിട്ടാനായിട്ടുള്ള റീസൺ. ഇതിൽ പാട്ട് പാടിയിട്ടില്ലേ? ഇതിൽ പാട്ടും പാടി. ഫസ്റ്റ് ടൈം 9 months പ്രഗ്നന്റ് ആയിരുന്നപ്പോ. എക്സ്പീരിയൻസ് ആക്ച്വലി പാട്ട് പാടുമ്പോൾ നമ്മൾ ഒരു ഡിഫറെന്റ് വേൾഡ് ആണല്ലോ ഓൾ ടുഗദർ. റെക്കോർഡിംഗ് സ്റ്റുഡിയോ, സൗണ്ട്, സൈലൻസ്, എങ്ങനെ പറഞ്ഞ ആക്ച്വലി പാട്ട് പാടാന്നുള്ളൊരു ഇത് എൻ്റെ അടുത്ത് ട്യൂണീഷ്യയിൽ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ റൂമിൽ, ഡയറക്ടറും ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും കൂടെ ചില്ല് ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ മൂളിപ്പാട്ടൊക്കെ പാടും. സെറ്റിലാണെങ്കിലും മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അർഫാസ് എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടുണ്ടാവും. വൈ ഡോണ്ട് യു സിംഗ് എ സോങ് എന്നുള്ള ഒരു ഇത് ചോദിച്ചു. പക്ഷെ അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഐ ഗോട്ട് മാരീഡ്, പിന്നെ പ്രഗ്നൻ്റ് ആയി. ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. ബട്ട് ലാസ്റ്റ് ഇപ്പോൾ റിലീസ് ആയപ്പോഴത്തേക്കും എനിക്ക് പാട്ട് അയച്ചു തന്നു. ഞാൻ ആദ്യം പാടാനിരുന്നത് മറ്റേ റൊമാൻറ്റിക് സോങ് ആണ്. ബട്ട് എനിക്ക് രണ്ടാമത്തെ പാട്ട് അയച്ചു തന്നപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. ബിക്കോസ് ആ പാട്ടിൻ്റെ ലിറിക്സ് ശരിക്കും എൻ്റെ ക്യാരക്ടറിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ആക്ടിങ് പ്രോസസ്സ് പോലെയായിരുന്നു അത്. സൗണ്ട് റെക്കോർഡിങ് ചെയ്യുന്ന റൂം എനിക്കൊരു ഡബ്ബിങ് സ്റ്റുഡിയോ പോലെയും, അതുപോലെ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമോഷൻ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ വേറൊരാളോട് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അതായിരിക്കും ആ ലിറിക്സ്. അതുകൊണ്ട് എനിക്കത്
എനിക്ക് വളരെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഒരു പാട്ടുകാരിയാണെന്ന് ആ ഒരു പ്രഷറൊന്നും ഇല്ലാതെ ആസ് എൻ ആക്ടർ ഇറ്റ്സെൽഫ് ഐ ഡിഡ് ദാറ്റ്. ഈ ആസിഫ് അലിയുടെ ആക്ച്വലി ആസിഫ് അലിക്ക് ഒരു ഓഫ് സ്ക്രീൻ പേഴ്സോണ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സംഭവം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി കോളേജിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ ആളുകൾ പുള്ളിനെ ടേക്ക് കെയർ ചെയ്യണ വിധം ഉണ്ടല്ലോ, സെലിബ്രേറ്റ് ചെയ്യണു. ഒരു ഓഫ് സ്ക്രീൻ ആസിഫ് അലി മൂവ്മെന്റ് അന്ന് ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് അഭിനയിച്ച സമയത്ത് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കഥയിലൊക്കെ? അപ്പം ഐ ഡോണ്ട് തിങ്ക് അത്ര ഒരു ഓഫ് സ്ക്രീൻ മൊമെന്റ് എന്ന് വെച്ചാൽ മീൻസ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്തൊരു അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, ആസിഫ് ഇതുപോലെ ആ അസിസ്റ്റന്റ് ഡയറക്ടറിനോട് സീനിനെ കുറിച്ച് എന്തോ ചോദിച്ചപ്പം ആ അസിസ്റ്റന്റ് ഡയറക്ടറിന് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഐ തിങ്ക് ഹീ ഗോട്ട് എ ലിറ്റിൽ പിസ്ഡ് യുനോ ആൻഡ് ഹീ സെഡ് അപ്പം തൊട്ടേ അത്ര ഇൻവോൾവ്മെന്റ് ഉണ്ട് ആൾക്ക്, ആൾ ചെയ്യുന്ന സീനും. അതുപോലെ ഈ ലെവൽ ക്രോസിലാണെങ്കിലും അതുപോലെ തന്നെ അന്ന് കണ്ട അതേ ആസിഫ് തന്നെയാണ് ഇപ്പോഴും. അതായത് ക്യാരക്ടറും അതുപോലെ ആ സീനും അതുപോലെ ആ സ്റ്റോറിയും ആ സെറ്റിങ്ങും അതെല്ലാം ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഉള്ള, അതിൽ ഭയങ്കര ഇൻവോൾവ് ആവുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ആക്ടറാണ് ആസിഫ്. ചെറിയ സെഗ്മെന്റ് ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് പെട്ടെന്ന് ആൻസർ പറയാം. ഇറ്റ്സ് ലൈക്ക് ഓൺ ദിസ് ഡേ. ഓൺ ദിസ് ഡേ ഞാൻ ചില മൊമെന്റ്സ് പറയാം. ആ ദിവസമല്ല ആക്ച്വലി, ആ ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് എൻ്റെ വീട്ടുകാർ തിരിച്ചറിഞ്ഞ ഒരു സമയം. മൈന കാണാൻ പോയപ്പം അതിനു മുമ്പ് എൻ്റെ വീട്ടുകാർ കണ്ട എൻ്റെ എല്ലാ സിനിമയിലും 5-6 ആൾക്കാരുണ്ടാവുള്ളൂ, ഇൻക്ലൂഡിങ് ഞങ്ങൾ. മൈന കാണാൻ പോയപ്പം ഹൗസ്ഫുൾ ആയിരുന്നു. ആൻഡ് ബാൽക്കണിയിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് ക്രൗഡിലുള്ള ഒത്തിരി പേര് ഓടി വന്നു എന്നെ കാണാനും റിസീവ് ചെയ്യാനും. അതുപോലെ ചേച്ചിമാരൊക്കെ ആണി കുത്തിയ സീനൊക്കെ കരഞ്ഞുകൊണ്ട് വേദന എടുത്തോ. എനിക്ക് തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഗൂസ് ബംസ് തോന്നിയ ഒരു സമയമാണ് അത്. ഐ തിങ്ക് ആ മൊമെന്റ്. കേരളത്തിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു? കേരളത്തിൽ റൺ ബേബി റൺ കണ്ടിറങ്ങിയപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇതുപോലത്തെ ഒരു വാം വെൽക്കം ആയിരുന്നു. അതുപോലെ കേരളത്തിൽ ലാലേട്ടന്റെ പടം പറയേണ്ട കാര്യമില്ലല്ലോ, ജോഷി സാർ ലാലേട്ടന്റെ പടം. അപ്പൊ അതിലൊരു നായികയായിട്ട് ഞാൻ വരുന്നു, അത് ഹിറ്റ് ആവുന്നു. ഐ തിങ്ക് ദാറ്റ് വാസ് ദ മൊമെന്റ്. ശരിക്കും അത് കണ്ടിട്ട് കുറെ പേര് ജേർണലിസ്റ്റ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഈ റൺ ബേബി റൺ. റിയലി? ഞങ്ങളുടെ ഓഫീസിലുണ്ട് ആക്ച്വലി അങ്ങനെ ഒരാള്. ഓ മൈ ഗോഡ്. റൺ കണ്ടിട്ട് ആക്ച്വലി പുള്ളി ജേർണലിസം പഠിക്കാൻ പോയി. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ആക്ച്വലി? അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഈ ഇങ്ങനെ നമ്മൾ ഒരു ഇന്ത്യൻ പ്രണയത്തിന് ശേഷം ഈ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഐമനോ ആണെന്ന് പറഞ്ഞ് പറയും, ഞങ്ങളുടെ ഐമനോ ആണ് ഇയാളെന്നൊക്കെ. ഈ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നല്ലോ ശരിക്കും ഈ രേണുക എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഭയങ്കര ഹൈ ആണല്ലോ അതുവരെ ചെയ്ത ക്യാരക്ടർ. മൈനയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. അതെ ഭയങ്കര തന്നൊരു ഔട്ട്ലുക്ക് എന്തായിരുന്നു അതിന്, ആ ക്യാരക്ടറിന്? ആ ക്യാരക്ടേഴ്സ് ഈ ജോഷി സാർ നമുക്ക് ഒത്തിരി ഫ്രീഡം തരും ആസ് എൻ ആക്ടർ. സാറിന് യുനോ ലൈക്ക് കോൺഫിഡൻസ് തോന്നിക്കഴിഞ്ഞാൽ ഈ ആക്ടർ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്രീഡം തരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നെങ്കിലും ലാലേട്ടനാണെങ്കിലും നമുക്ക് ഒത്തിരി സ്പേസ് തരുന്ന, ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പം എനിക്ക് ഫുൾ എൻ്റെ കൊടുക്കാൻ പറ്റി, എനിക്ക് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഞാൻ എന്താണോ അതിൻ്റെ കുറച്ചുകൂടെ എന്താണോ ഈ ക്യാരക്ടറിന് വേണ്ടത് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഞാനും കളറിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള സാധനമൊക്കെ ചെയ്തപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞുള്ളൂ, പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ആ ഒരു ഫ്രീഡം എന്നിൽ ബിലീവ് ചെയ്തു അവരെല്ലാവരും. അതുകൊണ്ടാണ് എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. സിനിമ തന്നെയാണ് എൻ്റെ പരിപാടി. മൈന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പൊന്നും എനിക്ക് അതിന് മുമ്പൊക്കെ കുറച്ച് ഒത്തിരി ലോ ബഡ്ജറ്റ് ഫിലിംസിലായിരുന്നു ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു, യുനോ ലൈക്ക് ഫുഡ് പോയ്സണും അങ്ങനെയുള്ള കാര്യങ്ങളും, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട്. അപ്പം എനിക്ക് അറിയത്തില്ല ഞാൻ ഇതിൻ്റെ പുറകെ പോകണോ. മൈന ഷൂട്ട് ചെയ്തപ്പം ആണ് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ആ ക്യാരക്ടറിലേക്ക് ഞാൻ ഹുക്ക് ഡൗൺ ആവുന്നതും. ഡെയിലി സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ അതിൻ്റെ പാട്ടുകൾ ഇട്ട് കേൾക്കും. പിന്നെ ഞാൻ ആ സോങ് ഷൂട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓൾറെഡി എനിക്ക് ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ എനിക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓരോ സീൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ ഡയറക്ടറോട് പോയി ചോദിക്കും, ഐ വാസ് ജസ്റ്റ് 17 year old, എന്നാണ് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യണോ. അപ്പോൾ എനിക്ക് തന്നെ എന്നെ തന്നെ എവിടെയോ എല്ലാവരും എന്നെ മൈന എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു സെറ്റിങ്ങിൽ, ആ ഒരു ക്യാരക്ടർ. ഡെയിലി രാവിലെ എണീറ്റിട്ട് ഷൂട്ടിന് പോകാനായിട്ട് എക്സൈറ്റ്മെന്റ്, നമ്മൾ ഇക്കിഗായ് എന്നൊക്കെ പറയത്തില്ലേ, അത് ആ ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക് മൈന. അപ്പോൾ അവിടെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് എത്ര ചാലഞ്ചിങ് ആണ്, എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇതാണ് എൻ്റെ കരിയർ, ഐ എം ഗോണ ഗിവ് മൈ ബെസ്റ്റ് എന്നുള്ളത്. The day I gave my first audition. അതെനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല ബ്രോ. ഐ മീൻ
എനിക്ക് ഓർമ്മയില്ല, ഫസ്റ്റ് ഓഡിഷൻ ഓർമ്മയില്ല. സീരിയസ്ലി ഇല്ല. കുറെ ഓഡിഷൻസ് ഇപ്പോ? ആ പിന്നെ കുറെ ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഡേ ഐ ഗിവ് മൈ ഫസ്റ്റ് ഷോട്ട്, അത് വെൻ ഐ ഡിഡ് മൈ ഫസ്റ്റ്, ഞാനൊരു ഡിവോഷണൽ ആൽബം സോങ് ആണ് ക്യാമറയ്ക്ക് മുമ്പിൽ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായത്. അപ്പം അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്. ദ ഷൂട്ടിംഗ് ഡേയ്സ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു റീക്രിയേറ്റ്. പുതിയത് വരട്ടെ. അത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തില്ലേ, പുതിയത് വരട്ടെ, അതിനേക്കാൾ അടിപൊളിയായിട്ട്. ഇലൈന്ന് പറഞ്ഞ പേര് ശരിക്കും എങ്ങനെയാ പേര് കണ്ടുപിടിച്ചത്? ആ പേര് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട് ഉണ്ട് ഗോവയില്, പ്രാണ കഫേ. അവിടെ ബീച്ചിൽ ഇങ്ങനെ ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഈ പേര് വിളിക്കുന്ന കേട്ടു. ഒരു ബോയ് ബേബി ഉണ്ടായിരുന്നു അവിടെ, ഇതേപോലെ ജർമ്മൻ ഫാമിലി. അപ്പൊ ആ പേര് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതിന്റെ മീനിങ് നോക്കിയപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിന്റെ ഇലായി എന്നുള്ള. അതെ, അപ്പൊ അങ്ങനെയാണ് ആ പേര്. അത് കഴിഞ്ഞ ശേഷം കുറെ പേരുകൾ വന്നെങ്കിലും ഈ പേരാണ് നമ്മുടെ മനസ്സിൽ ഉറച്ചത്. ഈ ശരിക്കും ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ ഒരു റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം VIP ആണെങ്കിലും കാതൽ സോപ്പ് എപ്പോഴൊക്കെ ആയിരുന്നെങ്കിലും ആളുകൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്രഷ് കൈൻഡ് ഓഫ് ഒരു ലുക്കിൽ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ മൈനയിൽ മേക്കപ്പ് വേണ്ട, കണ്ണ് മാത്രം എഴുതിയാൽ മതി എന്ന് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഒരു അന്ന് എന്തായിരുന്നു അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള കോൺഫിഡൻസ് വരാനുള്ള കാരണം? പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ തുടക്കത്തിൽ അങ്ങനെ മേക്കപ്പിനൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മളൊരു ഭയങ്കരമായിട്ട് എന്താ ഒരുപാട് ഫിലിംസ് ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഡാർക്ക് മേക്കപ്പിൽ ചെയ്യണമെന്ന് പറയുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതിപ്പോൾ നമ്മൾ ന്യൂ കമർ അല്ലേ. പിന്നെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബൽ വില്ലേജിലുള്ള ഒരു പെൺകുട്ടിയാണ്, ടീനേജിലൂടെ പോകുന്ന ഒരു പെൺകുട്ടി. അപ്പം മേക്കപ്പ് അല്ലാതെ പ്രഭു സാർ ആക്ച്വലി വെയിലത്ത് നിർത്തും, നാച്ചുറൽ ഡാർക്ക് മേക്കപ്പ് പോലും ചെയ്യത്തില്ല. ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വരുമ്പോൾ ലൈക്ക് കളറൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ പുള്ളി അവിടെ വെയിലത്ത് നിർത്തി നമ്മളെ ഡള്ളാക്കി അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുക. അങ്ങനെ അതിലേക്ക് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഐ വാസ് വെരി കംഫർട്ടബിൾ ഇൻ എനി വേസ്. അപ്പം മേക്കപ്പ് ഇല്ലാതെ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ സിനിമാസ് ബിറ്റ്വീൻ എസ് ആൻഡ് നോ, ഇപ്പൊ അമലപ്പോൾ നോ പറഞ്ഞിട്ടുള്ള സിനിമകളുടെ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ കണ്ടിട്ടുള്ള ഭയങ്കര ഹിറ്റ് സിനിമകളുടെ, ഐക്കോണിക് സിനിമകളുടെ ഒക്കെ എപ്പോഴെങ്കിലും ആ സിനിമകളെ എപ്പോഴും പിന്നീട് കാണുമ്പോൾ ചെറിയ രീതിയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അറിയില്ല, ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവാം, ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ബട്ട് ഐ ബിലീവ് ദറ്റ് സിനിമ ഒരു ഡെസ്റ്റിനിയാണ്, ഒരു അലൈൻമെൻ്റ് ആണ്. ഇപ്പോൾ ഈ ലെവൽ ക്രോസ് തന്നെ ഇതിൻ്റെ ഡയറക്ടർ അർഫാസ് എന്നെ കണ്ടപ്പോൾ ആൾ പറഞ്ഞത് ഒരു 6-7 മന്ത്സോളം ആൾ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു എന്ന്. അപ്പം അത് അർഫാസിന് എപ്പോഴേ വേറെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടല്ലോ, അർഫാസിന് അത് ഗിവ് അപ്പ് ചെയ്യായിരുന്നു, വേറെ ആക്ടറിനെ കാസ്റ്റ് ചെയ്യായിരുന്നു. ഓൾമോസ്റ്റ് വേറൊരു ആക്ടറിനെ കാസ്റ്റും ചെയ്തു, പിന്നെയാണ് എന്നിലേക്ക് ഇത് എത്തുന്നത്. അപ്പം ഈ സിനിമയിൽ ഞാനാണെന്നുള്ളതാണ് ഒരു വിധി, ഡെസ്റ്റിനി. അപ്പം അത് എനിക്ക് വിധിച്ചത് വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുപോലെ മറ്റൊരാൾക്ക് വിധിച്ചത് എനിക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ കാണുന്നത്. എങ്ങനെയാ ബിറ്റ്വീൻ നോ ആൻഡ് എസ് ചൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആക്ച്വലി? ഒരു അത് നമുക്ക് സ്റ്റോറി കേൾക്കുമ്പം നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ടല്ലോ. അപ്പം ഇപ്പം ഈ സിനിമ ഞാൻ കാണുമോ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഞാനൊരു ഓഡിയൻ ആയിട്ടാണല്ലോ കേൾക്കുന്നത്, സിനിമ കാണുന്ന പോലെ തന്നെയാണല്ലോ നമ്മൾ കേൾക്കുന്നതും. അപ്പം നമുക്ക് അത് എത്രത്തോളം നമ്മൾ ഹുക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്റ്റോറി ആണല്ലോ ഫസ്റ്റ്, സ്റ്റോറി ഹാസ് ടു വർക്ക്, എന്നാലല്ലേ ക്യാരക്ടർ വർക്ക് ആവത്തുള്ളൂ. അപ്പം പിന്നെ ആസ് എ ക്യാരക്ടർ എത്രത്തോളം ഞാൻ ഈ സിനിമയിലേക്ക് എൻ്റെ ക്യാരക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മൈ ജസ്റ്റ് ലൈക്ക് ഹൗ മച്ച് മൈ ക്യാരക്ടർ ഇസ് ടേക്കിംഗ് ദിസ് ഫിലിം എഹെഡ്, എൻ്റെ പെർഫോമൻസ് എത്രത്തോളം എനിക്കിതിലേക്ക് എത്രത്തോളം എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റും, പിന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണോ, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് സെയിം സാധനം തന്നെ ചെയ്ത് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല സെറ്റിലേക്ക് പോകാനായിട്ട്. ഇറ്റ് ഹാസ് ടു ബി സംതിങ് ന്യൂ. അപ്പം അത് നോക്കും. പിന്നെ ഓവറോൾ ഒരു ഇൻറ്റ്യൂഷൻ ആണത്. ഈ ലെവൽ ക്രോസിന്റെ ഷൂട്ടിംഗ് ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് അവിടെ ഒരു റംസാൻ ടൈം ആയതുകൊണ്ട്, ഫാസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് ഫുഡ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ കിട്ടുന്ന ഫുഡും നമുക്ക് അത്രയ്ക്ക്
ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ബട്ട് പിന്നീട് ബോറടിക്കാൻ തുടങ്ങി. അപ്പം വീട്ടിൽ നിന്ന് മമ്മി പാക്ക് ചെയ്ത് കൊടുത്തു വിട്ട കുറെ അച്ചാറുകളും പിന്നെ എൻ്റെ ഒരു കുക്ക് ഉണ്ടായിരുന്നു അയ്യപ്പൻ, ആളുണ്ടാക്കുന്ന മസാല ദോശയും ഓംലെറ്റും അതൊക്കെയായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ച് ഹാപ്പി ആയിട്ട്. ഈ മദർഹുഡിനെ പറ്റി പറയുമ്പോഴേ ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട് ആക്ച്വലി കുറെ മദേഴ്സും പ്രഗ്നന്റ് ആയിരിക്കുന്ന ആളുകളൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയെന്ന് പറഞ്ഞിട്ട് കമന്റ്സിൽ കാണാറുണ്ട്. കമന്റ്സിൽ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് ഒത്തിരി ഇതുപോലെ ഗേൾസ് ഒരുപാട് കമന്റ്സും ലൈക്കും അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ ആ ഒരു ജേർണിയിൽ. ദേ ആർ സോ ഹാപ്പി ഫോർ മീ. പിന്നെ DMs ആയിട്ട് കുറേ മെസ്സേജസ് വരാറുണ്ട്, മെയിലുകൾ വരാറുണ്ട്. യാ, how does it feel? It feels great, you know. It's nice to feel loved, right? End of the day നമുക്ക് എല്ലാവർക്കും അതാണല്ലോ വേണ്ടത്, ടു ഫീൽ ലവ്ഡ്. അപ്പം അത് ഒത്തിരി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ആൻഡ് ദാറ്റ് എൻ്റെ ഹാപ്പിനെസ്സിൽ മറ്റാൾക്കാർ ഇത്രയും ഹാപ്പി ആകുക എന്നുള്ളത്, അതുപോലെ അവർ ഈ ലൈക്ക് വേണ്ടിയിട്ട് അത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക, അതുപോലെ ഇത്ര എൻകറേജ് ചെയ്യുക, അതുപോലെ ഇപ്പം ആരെങ്കിലും എന്നെ യുനോ നെഗറ്റീവ് കമൻസ് ഇട്ട് നമ്മളെ പുൾ ഡൗൺ ചെയ്യാൻ നോക്കുമ്പം അത് അവർക്കെതിരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഈ റീലിന്റെ ഐഡിയ ആരാ പറഞ്ഞുതരാ? റീലൊക്കെ എടുക്കാനുള്ള ജഗാണ് മെയിൻ. ജഗത്ത് ഇസ് ലൈക്ക് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഫോൺ ആള് ഭയങ്കര ഫുൾ ഒരു ഫോൺ ഇൻസ്റ്റാഗ്രാമർ കൈൻഡ് ഓഫ് എ പേഴ്സൺ ആണ്. ഈസ് എ വൈബ് ഗായ്. ഈസ് എ ഫുള്ളി വൈബ് ഗായ്. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് അങ്ങനെ അത്ര ഐ എം നോട്ട് ദാറ്റ് ആക്റ്റീവ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫിലിംസിന്റെ സമയത്തും അല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും ഞാൻ അതിൽ എൻഗേജ് ആവുന്നതും. ബട്ട് ഹീ ഈസ് ഓൾമോസ്റ്റ് എവറി ഡേ ഒരു സ്റ്റോറി ആളുടെ ഡെയിലി ലൈഫ് ആളിങ്ങനെ ഇട്ടോണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോ ഹാപ്പിയായി. ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. ഹിൽ മേക്ക് ഷുവർ ദാറ്റ് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ there will be a post or a reel. ആൾക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്ട്രെസ് ഇല്ല ഇപ്പൊ. ഈ പറഞ്ഞ ഭയങ്കര വൈബാണ് എപ്പോഴും. ഈ പറഞ്ഞ ഈ ഷൂ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ ഈ ഷൂ പ്രൊമോഷൻസിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലെവൽ ക്രോസ് ഈ പറഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ മലയാളം റിലീസ് പോസ്റ്റ് ആടുജീവിതം. അപ്പോ ആടുജീവിതം ഒരു തുടക്കം മാത്രം ആവട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു സോ മച്ച്.